പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരികളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. 2 മാസത്തിനിടെ ഇത്തരത്തിൽ നടക്കുന്ന മൂന്നാമത്തെ സംഭവമാണിത്. നടുറോഡിൽ കവർച്ചാ സംഘം വിളയാടുന്നത് ആശങ്കപ്പെടുത്തുകയാണ്. സമാന സംഭവങ്ങൾ 2 മാസങ്ങളിടെ ഉണ്ടായതിലൂടെ പോലീസ് ഒരു യാത്ര നടത്തുന്നു അതിലേക്ക്. തീയതി സെപ്റ്റംബർ 25 ബുധനാഴ്ച. സമയം രാവിലെ 11 മണി. കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്നു ആ സ്വിഫ്റ്റ് കാർ. കുതിരാൻ കല്ലെടുക്കിൽ വെച്ച് 3 കാറുകളെത്തിയ മുഖംമൂടി സംഘം കാർ തടഞ്ഞു നിർത്തി. ആക്രമണം അഴിച്ചുവിട്ടു. കൊള്ളയടിച്ചത് 2.5 കിലോ സ്വർണം. കേസിൽ പിടിയിലായവരെല്ലാം സമാന കുറ്റകൃത്യങ്ങളിൽ തഴക്കവും പഴക്കവും വന്നവർ. ഒക്ടോബർ 19 ശനിയാഴ്ച. സമയം രാത്രി 10 മണി. കോഴിക്കോട് നിന്ന് അങ്കമാലിയിലേക്ക് പോയ ബസ്സിൽ വൻ കവർച്ച. കുറ്റിപ്പുറത്ത് നിന്ന് ബസ്സിൽ കയറിയതായിരുന്നു ജ്വല്ലറി ജീവനക്കാരൻ. ബാഗിൽ നിന്ന് കൊള്ളയടിച്ചത് 1 കോടി രൂപയുടെ സ്വർണം. തിരൂരിലെ ജ്വല്ലറിയിൽ കാണിക്കാൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം അതിവിദഗ്ധമായി കവർന്നു. കേസിൽ പിടിയിലായത് 3 പേർ. ഇത്തരം കേസുകളിലെ സ്ഥിരം പ്രതികൾ. സ്വർണം വാങ്ങാനെന്ന വ്യാജേന സ്വർണ്ണ തൊഴിലാളികളെ വിളിച്ചു വരുത്തി 600 ഗ്രാം സ്വർണം കവർന്ന സംഭവമുണ്ടായി. ഈ സംഭവങ്ങൾ കഴിഞ്ഞ അധിക നാളായിട്ടില്ല. വീണ്ടും കേരളത്തെ ഞെട്ടിച്ച് നടു റോഡിൽ സ്വർണ്ണ കവർച്ച. ഇത്തവണ ഇരയായത് പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമകളായ സഹോദരന്മാർ. ജ്വല്ലറി അടച്ച് മടങ്ങുകയായിരുന്നു പെരിന്തൽമണ്ണ കിനാദിയിൽ യൂസഫും ഷാനവാസും. ജൂബിലി ജംഗ്ഷന് സമീപം കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി സ്വർണവുമായി കടന്നു കളഞ്ഞു. ഇപ്പോൾ ഈ 3.5 കിലോ സ്വർണ്ണം ഇത് സ്കൂട്ടറിൽ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് മാറ്റാറുണ്ടോ ജ്വല്ലറിയിൽ നിന്ന്? ഞങ്ങൾ സ്ഥിരം കൊണ്ടുവരാണ്. ഈ ടേണിങ്ങിൽ വെച്ചിട്ട് ഒരു വണ്ടി വന്നിട്ട് നമ്മളെ തട്ടിയിട്ടു. ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ക്രോസ് ചെയ്തു, എന്നിട്ട് തട്ടിയിട്ടു, താഴെയിട്ടു. റോഡിലെ സ്വർണ്ണക്കൊള്ളകളിൽ ശക്തമായ ജാഗ്രത പാലിക്കുന്നുവെന്നാണ് പോലീസിന്റെ അവകാശവാദം. ഇത്തരം കവർച്ചകളുടെ ആസൂത്രകർ ആരെന്ന് ഇനിയെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്ന കാതലായ ചോദ്യം ബാക്കി. റിസർച്ച് ഡെസ്ക് 24. പൊന്നിനായി വഴിനീളെ എന്തും ആളെ ഇല്ലാതാക്കിയും സ്വർണം കവരാൻ പോലും മടിക്കാത്ത സംഘങ്ങൾ വിളയാടുന്നു. ഇവരെ എത്രയും വേഗത്തിൽ വേരോടെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ സമാന സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. ഇത്തരം കേസുകളിൽ ആസൂത്രകരാരെന്ന ചോദ്യത്തിലേക്ക് പലപ്പോഴും പോലീസ് അന്വേഷണം കടക്കാറില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യം.